ഇങ്ങനെ വിഷമിക്കില്ല അനിതേ. ഒരു മാനസിക രോഗിയുടെ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ നിങ്ങളുടെ മോന് വട്ടണ്ട? ഇല്ലില്ല. അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു? ഏത് കടയിൽ നിന്നാ കരണ്ട് കടന്ന് മേടിച്ച്? ആ നാരുടെ കടകളിൽ മൊത്തം മുഴുവാ. അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. സാരല്ല ചെല്ല്. കണ്ടിട്ട് വരാം. കൊച്ചിനൊന്നും കൊണ്ടുവരാതെ വന്നെന്താ? കൊണ്ടുവരാം. ഇനി വരുമ്പോ ആട്ടെ. അമ്മച്ചി ഒരാപ്പിളും കൂടി തരട്ടെ? വേണ്ട. വിളിക്കണോ? വേണ്ട, റെസ്റ്റ് ചെയ്തോട്ടെ. ഇറങ്ങാം. ഇതാരാ? സൂചേട്ടാ, നിങ്ങളിങ്ങനെ വീടിൻ്റെ അകത്ത് കയറി ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. എടാ ഞാനൊന്നും ഇല്ലടാ പുറത്തോട്ട്. ആൾക്കാരൊക്കെ ഒരുമാതിരി നോട്ടവും വർത്താനവും ഒക്കെയാണ്. വയ്യടാ. നീ പോക്കോ, ഞാനില്ല. ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി പഴയ പോലെ എല്ലാവരോടും ഇടപഴകുമ്പോൾ ഇതെല്ലാം നോർമലാവും. ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് റെഡിയാവും. ഞാൻ താഴേക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് ബുള്ളറ്റും കൊടുത്തുണ്ടോ? ഞാൻ താഴെ കണ്ട് റെഡിയായിട്ട് പറഞ്ഞേ. ആ അമ്മ, അമ്മക്ക് തോന്നണ്ട എനിക്ക് ഭ്രാന്തുണ്ടെന്ന്? പറഞ്ഞ എന്റെ പൊന്നു മോനെ, നിനക്കൊന്നുമില്ല. അമ്മക്കറിയാം അമ്മയുടെ പൊന്നു മോനെ ഒന്നുമില്ല. അമ്മ രാജപ്പൻ വൈദ്യരോട് പറഞ്ഞിട്ടുണ്ട് കിഴി പിടിക്കാൻ. അത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും മോനെ. രാജവൈദ്യരെ കിണ്ടി നിങ്ങളുടെ കെട്ടിടം കൊടുക്ക്. സുജിത് കുമാറിന് നീ ഏതായിരുന്നു? ഞാനിവിടെ പറമ്പിൽ പണിക്ക് വന്നതാ. പിന്നെ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കെടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ പങ്കെടുത്തോ? ആയിക്കോട്ടെ. എന്നിട്ട് പറമ്പിലെ പണി തീർന്നായിരുന്നു കേട്ടാ. ഓ, ഇനിയിപ്പോ ഈ മുകളിൽ എങ്ങനെയാ? എന്താണ്? ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. ഇപ്പൊ വെളി പോണ്ട, വെയില് മുത്ത് വരിക. എന്നാലും കൊട എടുത്തിട്ട് പോ. എടിയാ കൊട എടുത്തേ. ആ തണല് പറ്റിപ്പോക്കോ. എടാ പാച്ച, ഈ വഴി വരണ്ടായിരുന്നടാ. മറ്റേ കനാൽ റോഡ് വഴി പോയാൽ മതിയായിരുന്നു. ഇവിടെ ഈ പണിയും കൂലില്ലാത്തമാർ റോഡിലിരുന്ന് ഒരു വക നോട്ടോടാ. ഇതേ കണ്ട ചേച്ചി നമ്മളെ നോക്കി. നമ്മളേതാണ്ട് തുണിയിലാണ്ട് വന്നോട്ടാണ്. സൂചേട്ടാ, നിങ്ങൾ അവരെ നോട്ടമൊക്കെ കണ്ടിട്ട് ചുമ്മാ മനസ്സിലിട്ട് ഓരോന്ന് ചിന്തിക്കല്ലേ. ആകെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. മനസ്സിന്റെ പ്രതീക്ഷ കൈവിടല്ലേ സൂചേട്ടാ. നിങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് കോംപ്ലിക്കേറ്റ്. ആ കുഞ്ഞു സിമ്മ കൂട്ടാ. എങ്ങോട്ടാ? ഞാനും സൂചേട്ടും കൂടെ. സൂചേട്ടൻ നീ കടയിലേക്കോ, ഞാൻ ബുള്ളറ്റായിട്ട് വരാം. ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിക്കാം. സൂചേട്ടാ ഇതെന്ത് കോസ്റ്റ്യൂം? എടാ ആൾക്കാരൊക്കെ നോക്കണം, മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതോ. മനസ്സിലാവണല്ലോ. നീ എന്താണ് ഞായറാഴ്ച ആയിട്ട് കടയൊക്കെ തുറന്നിരിക്കണത്? ഓർമ്മയൊക്കെ പോയാ? കുറച്ചാൾ കട അടച്ചിട്ടേക്കല്ലായിരുന്നോ? ഒന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. എടാ നിനക്ക് വയ്യാണ്ടിരിക്കല്ലേ? ആ പണിക്കാരനെ കൊണ്ട് ചോദിച്ചൂടെ? എടോ തനിക്ക് ഞായറാഴ്ച എവിടെയെങ്കിലും പോയി കവട്ടടിച്ച് കിടന്നാ പോരെ? ആ അതിന് തന്നെ പോണു. മരം പോലിക്കണത് വനങ്ങളിലല്ല. ഒന്നും മിണ്ടണ്ട സൂചേട്ടാ. എന്തി എന്താ ഞങ്ങൾ വിളിക്കായിരുന്നു? മനസ്സിലാക്കിയില്ലോടാ നീ ഞങ്ങളെ. ഈ നാട്ടുകാർ നിന്റെ പറയാൻ ഞങ്ങൾ വിചാരിച്ചോ? ഞങ്ങളുണ്ടോ നിന്റെ കൂടെ? വിശ്വാസമല്ലേ? എന്താ ഞാൻ ഒറ്റക്കല്ലടാ, എനിക്ക് മനസ്സിലായത്. ഇത് കുടിച്ചോടാ, പറ്റിപ്പ കടിച്ചായി. ഇതെന്തട് പച്ചവെള്ളോ?
നീ മരുന്നൊക്കെ ഇങ്ങനെയല്ലേ, എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാലോ? എന്ത് റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ. സുഖമില്ലാണ്ടിരിക്കല്ലേ, കുറച്ച് കഴിച്ചാൽ മതി. എടാ നീയൊക്കെ എന്നെ രോഗിനെ പോലെയാണ് കണ്ടേക്കണത്. എടാ എനിക്കൊരു കുഴപ്പമില്ലടാ. പിന്നെ നീ തവിട് കുടിക്കാനാണ് പ്രാന്താശുപത്രി പോയി കിടന്ന്? അതെ, സൂചേട്ടന് ഒരു ലോൺ കിട്ടാൻ വേണ്ടി ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയതാ. ലോണിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ചുമ്മാ നുണറല്ലേ? എടാ സത്യമായിട്ടും നാളെ ഞങ്ങൾ അപ്ലൈ ചെയ്യും. പാച്ചാ, ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാലല്ലോ ശരീരത്തിന് വന്നിട്ട് പനി പോലെ മനസ്സിൽ വരുന്നൊരു അസുഖം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, നീയും അങ്ങനെ കാണണം. പ്രോമിസ്. ഞാനൊരാളെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. സുഖു കേൾക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞെന്ന് പറയാവോ? മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. അതിന് സുഖുന്റെ ജീവിതം ജയിലിൽ ഒരുക്കി തീർക്കണോ? പറ, നിങ്ങൾ പറയടാ. എന്റെ പൊന്നു സുഖു, ഇതിന് നല്ല പാച്ചൻ പറഞ്ഞ തുടങ്ങിയിരുന്നു. പാച്ച ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇനി നിങ്ങൾക്കടയില് സുഖുന്റെ ക്ലാസ്സിൽ സ്ഥാനമില്ല. സൂചേട്ടം സൂചേട്ടം അവന്മാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ആരും മാറാമുള്ളടാ. സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേ. നീ നോക്കിക്കോ, എനിക്കൊരു പെണ്ണുപോലും കിട്ടൂല. കിട്ടും സൂചേട്ടാ, കിട്ടും. ഇല്ലെങ്കിൽ ഞാനൊരു പെണ്ണെ കണ്ടുപിടിച്ച് തരും. ഹലോ, ആ സൂചേട്ടാ എന്റെ അടുത്തുണ്ടല്ലോ. ആ വരാം വരാം. പിന്നെന്താ സൂചേട്ടാ, വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുത്തോ. സുമയ്ക്ക് എന്താ പറയണമെന്ന്. എടാ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണേ. ഞാനൊന്നല്ല ഹോസ്പിറ്റലിലോട്ട്. അവിടെ നിറച്ച ആൾക്കാരായിരിക്കൂടാ. പിന്നെ അവിടെ ചുമയും പനിയായിട്ട് വരുന്നവരല്ല, നിങ്ങളെ കാണാതിരിക്കും. പാച്ച 5 മിനിറ്റ് ഇട്ടാ. എന്താന്ന് വെച്ചാ പറ, ആൾക്കാരൊക്കെ നോക്കണെന്ന്. ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടെ ഈ സൂചേട്ടാ? തിരിഞ്ഞ മലന്ന തലൂത്തി എങ്ങനെങ്കിലും പറയുന്നു. താങ്ക് യു. സൂചേട്ടന് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സൂചേട്ടനോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. ഇതൊരു പൂന്തോട്ടത്തെ വെച്ച് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. തിരിയട്ടെ മോളെ സുമേ, നീ ആരാ? അയ്യോ സൂചേട്ടൻ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ പെങ്ങള്. സുധാകരന്റെ പെങ്ങള്? സുധാകരൻ ആരാ? എൻ്റെ കൂട്ടുകാരൻ. സുധാകരന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. ആരാണ്? പെങ്ങള്. പെങ്ങള്. ഇങ്ങോട്ടോ. ആ അവിടെ നിന്നോട്ടെ. ഓക്കെ. എടാ പാച്ച, നീ ഇന്നലെ ഒരു പെണ്ണിനെ സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതാരായിരുന്നടാ? അത് തങ്കു കൊച്ചച്ഛൻ്റെ മോളാ സൂചേട്ടാ. എടാ അതിന് തങ്കു കൊച്ചനൊക്കെ സമ്മതിക്കുവോ? സൂചേട്ടാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായാലും സൂചേട്ടനെ കെട്ടിയാനെ. എടാ നീ അതിന് പെണ്ണല്ലല്ല. ആണാണെങ്കിലും എനിക്ക് സമ്മതോ. എടാ നീ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുമ്മാ പറഞ്ഞാ സൂചേട്ടാ. എന്റെ പാച്ച വെറുതെ മനുഷ്യനെ ടെൻഷൻ ഒന്ന് പോയടാ അവിടുന്ന്. അമ്മച്ചി വീട്ടിലെ ചെല്ലൊന്നും കൊണ്ടാൻ പറ്റില്ല. അവിടെ വെച്ചേക്ക്. എല്ലാവരും കേട്ടോ. മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ഓപ്പറേഷന് പോവാ. വയസ്സാങ്കാത്തി പാകത്തിന്റെ കണ്ണൂത്തി കീറണോ? കുട്ടിക്കീഴല്ലടാ, ഡേച്ചറാ. അവസ്ഥയിൽ നിന്നെ തനിച്ചാക്കി പോണേൽ അമ്മക്ക് വിഷമമുണ്ട്. നീ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. അമ്മേ, നിങ്ങൾ ഇങ്ങനെ അതൊന്നും പറഞ്ഞു അവനെ രോഗിയായി കാണരുത്. എന്റെ കുഞ്ഞായി, അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. Correct.
അത് തന്നെ ഞാനും പറയാൻ വന്ന്. ആ എല്ലാരും ഇറങ്ങിക്കോ, വേഗം പോവാം. അതെ, സൊസൈറ്റിയിലെ ആധാരം പണയത്തിലാണ്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ എന്തുദ്ദേശിച്ചാലും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ സുഖു? ആ സുഖു, എൻ്റെ വണ്ടി 2 ദിവസമായിട്ട് ഭയങ്കര കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടൊന്നും ആവണില്ല. നന്നാക്കാൻ കൊടുത്തില്ലേ? ആ നന്നാ കൊടുത്തുണ്ട്. 2 ദിവസത്തിൽ കിട്ടും. അതുവരെ നിന്റെ വണ്ടി ഒന്ന്. എൻ്റെ വണ്ടി ആർക്കും കൊടുക്കാറില്ല, നിനക്കറിയാലോ. ഓഹോ, ഇത്രയൊക്കെയായിട്ടും എത്രയൊക്കെയായിട്ടും വണ്ടി എന്തുകൊണ്ടാ? നിനക്കിനൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? എനിക്ക് ലൈൻസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് രാത്രി വീട്ടിലേക്ക് എല്ലാം വേണ്ടിട്ടുണ്ട്. കുഞ്ഞായി, നിന്റെ കല്യാണമല്ലോ അടുത്ത വർഷം. കല്യാണമൊക്കെ അടുത്ത വർഷോടാ. മനുഷ്യനാവനോട് ആദ്യം, എന്നിട്ടുണ്ടാക്കുക കല്യാണം. നിന്റെ ഒന്ന് കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. ഇവിടെ വീട്. ഇവിടെ എന്തോ പരിപാടി കിടക്കണ്ടല്ലോ. പന്തലൊക്കെ ഇട്ടുണ്ട്. അവളുടെ വീട് അടുത്തെങ്ങനെ വേണം? അടുത്തെങ്ങല്ല, അത് തന്നെയാ. നാളെ അവളുടെ കല്യാണം. അവളുടെ കല്യാണം? എടാ കോപ്പ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ സീനൗട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്നെക്കാ നന്നായിട്ട് അവക്കറിയില്ലേ? എന്തെങ്കിലും കൊണവളോട് വരാൻ പറയൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൗണ്ട് അടിച്ചിട്ട് 1/2 മണിക്കൂർ പോരാ. അതൊന്നും പറ്റില്ല. കല്യാണം ഇവിടെ എന്തേലും പറ്റിയാലേ എനിക്കതല്ലോ. എടാ നിനക്ക് 4 കിട്ടണോട്, എന്നാലും നീ പഠിക്കോളൂ. രാവിന്റെ കാവൽക്കാരനാ മിന്നാമിനിങ്ങേ, നിനക്ക് കാവൽ ഞാൻ നിൽക്കട്ടെ. ഞാൻ അനീഷിന്റെ പെണ്ണ. അനീഷ ആധാരാ? നിങ്ങൾ ആരോടെ കൊണ്ടിട്ടെ? കുഞ്ഞായിന. ആ എന്നാ ഞാൻ കുഞ്ഞാടെ പെണ്ണ. അവൻ വേറെ വഴി കൊളിച്ചൂടിയിട്ടുണ്ട്. അവൻ ഒളിച്ചോടന എന്റെ അടുത്ത് പറഞ്ഞല്ലോ കേട്ടോ. ആഹാ, എല്ലാ കാര്യം നിങ്ങളോട് പറയണോ? സോറി, നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്ക് അറിയണ്ട. അതെല്ലേ മാറിയിരുന്നേ. ചേട്ടാ, വരുന്നവർക്ക് ഞാൻ ആരോട് വിളിച്ചു കൊടുക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. ആറ് കൈ ഇടല്ലോ. ഇതെന്താണ്, എന്തൊരു കഷ്ടമാണെന്ന് വേഗം കയറുമെന്ന്. മര്യാദക്ക് വീട്ടിൽ തന്നെ വിളിച്ചോണ്ട് ഇപ്പൊ നാട്ടുകാരൊക്കെ ഓടിക്കണം. ആ നമ്പർ പ്ലേറ്റ് ഒന്ന് പൊത്തോ. അവരൊക്കെ പോയേട്ടാ. കൈയെടുത്ത്. ചേട്ടന്റെ മാനസികാരോഗ്യമൊക്കെ ഓക്കെ ആയാ? വണ്ടി ഇറങ്ങ. നിന്നെ എന്റെ വീട്ടിലോട്ട് പോവാനാ. നീ അവനെ വിളിച്ച് അങ്ങടച്ച് പോക്കോ. ഞാൻ പോവേണു. ഇനി രാത്രിയിൽ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവാൻ പോകണോ? ഞാൻ പോവേണു. ഒറ്റക്കാക്കിട്ട് പൊക്കോ. എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കൊല്ലട്ടെ. ഇനി ആരും കൊന്നില്ലെങ്കിലേ ഞാൻ നടുക്കോട്ടേക്ക് നിന്നോ. വെളുപ്പിനെ 4 മണിക്ക് ഒരു ബസ് വരും. അതിന് ഫ്രണ്ടിൽ കയറി ചാവ്. എനിക്കെന്താണ്? ഞാൻ നിങ്ങളോട് ഇറങ്ങിയിട്ട് കണ്ടാണ് എനിക്കിത് പറ്റിയ നിങ്ങൾ തൂങ്ങും. ഒന്ന് വാങ്ങ. ഞാൻ ഒരു സ്ത്രീ ലംബടനൊന്നുമില്ല. ഞാൻ ക്യാഷ്വലായിട്ട് പിടിച്ചാണേട്ടാ, വീഴാതിരിക്കാൻ. മനസ്സിലാവൂല. ഇതാണോ ചേട്ടന്റെ വീട്? ഇവിടെ ആരൊക്കെയുണ്ട്? അമ്മ, അമ്മൂമ്മ, സുജിത്കുമാർ. സുജിത്കുമാർ അനിയനാ? സുജിത്കുമാർ. എല്ലാരോട് പോയി? അവരൊക്കെ തിമിരത്തിന്റെ ഓപ്പറേഷൻ. എല്ലാവർക്കും തിമിരോ? അല്ല, അമ്മൂമ്മക്ക്. ചേട്ടൻ എന്താ പോഞ്ഞേ? പോയാ മതിയായിരുന്നു. ചേട്ടാ, അതെ, എനിക്ക് ഡ്രസ് ഒന്ന് മാറണമായിരുന്നു. കുഞ്ഞായി വരുത്തിക്കൊടുത്ത് നിന്റെ വീട്ടുകാർ തന്നെ ചെയ്താ. അല്ലെങ്കിൽ രണ്ടെണ്ണം കിട്ടട്ടെ. അരിയുണ്ടോ ചേട്ടാ? ഇവിടെ കടിച്ചപ്പെടുന്ന കഴിക്കാണ്ടോ? നിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? നമുക്ക് വഴി കുഞ്ഞാരോട്ടി പോയാൽ മതിയായിരുന്നു. പോയാലാ? എന്റെ വീട്ടിൽ നല്ല കപ്പയും ബീഫും ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് വരായിരുന്നല്ലേ? എന്നാലേ എനിക്കൊരു കിടിലം തട്ടേടെ സ്പോട്ട് അറിയാം. നമുക്കൊരു നൈറ്റ് റൈഡ് പിടിച്ചാലോ ബുള്ളറ്റില്? ബുള്ളറ്റ് നിന്റെ കുഞ്ഞായി വന്നു. എന്ത് ആ സമയത്ത്? സൂചേട്ടന് ഫുഡ് തരാൻ വേണ്ടി വന്നേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ലെന്ന്. പിന്നെ എന്തിനാ നീ ഓടിക്കറി ആ സമയത്ത് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ അമ്മ തരാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നയാ.
അല്ലാണ്ട് എനിക്ക് ഉറക്കോളിച്ചിരിക്കാൻ വട്ടൊന്നുമില്ല. ഞാൻ കഴിച്ചാ. ഇത് എന്ത് ഡ്രസ്സാ സൂചേട്ടാ? സൂചേട്ടൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ടോ? രണ്ട് ശബ്ദത്തില്. ഞാൻ മോണാക്ട് കളിച്ചോണ്ടിരിക്കരുത്. എന്തിയെ? എന്നിട്ട് സ്കൂളിലൊന്നും ബോണറ്റ് കളിക്കണ കണ്ടിട്ടില്ല ഞാൻ. ആര് പറഞ്ഞു? ഞാനാമേ സുഗു സുജിത് കുമാർ. എന്തിനാമോ വന്നേ? ഞാൻ അമ്മേനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. പിന്നെ വേറെ സാധനമുണ്ട്. അരുതേ അരുതേ, എന്റെ ദേഹം മൊത്തം ചുട്ടു പൊള്ളു. വേറെ സാധനമുണ്ട്. നീ പോയോട്. ഇങ്ങോട്ട് തന്നേക്ക്. പോ, അമ്മ പറഞ്ഞല്ലേ, പോയിക്കോ. സൂചേട്ടൻ പുതിയ സ്പ്രേ മേടിച്ചാ? സൂചേട്ടൻ സ്പ്രേ അടിക്കാറില്ലല്ലോ. നാട്ടോത്ത് അറിയോണ്ട് അടിച്ചിറങ്ങിയാണല്ലേ? ലൈനാണോ? അല്ല, വൺ സൈഡ് ആയിരിക്കും അല്ലേ? എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് ഇഷ്ടമല്ല. നിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. പെങ്ങളെ പോലെ. ഓ പോലെ. അവളെങ്ങനെ സമ്മതിച്ചാലാ? അവള് സമ്മതിച്ചാൽ കേട്ടോ സുഖു. നല്ല പെണ്ണല്ലേ? നിനക്കാണെങ്കിൽ വേറെ പെണ്ണെന്ന് കൊണ്ടിട്ടാ. സൂചേട്ടാ, ഈ ഐഡിയ കൊള്ളാം. സൂചേട്ടൻ അകത്ത് നിന്ന് അവളുടെ അടുത്ത് കെട്ടിക്കൊള്ളാന്ന് പറ. അപ്പൊ അവളൊന്ന് പേടിക്കും. അങ്ങനെ പേടിച്ചവള് തകർന്ന് നിന്റെ കാലിൽ വീണ് പറയും, സൂചേട്ടാ എന്നെ വിടൂ, എന്നെ വിടൂ, ഞാൻ പൊക്കോട്ടെ. അപ്പം സൂചേട്ടൻ പറയണം, നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. അങ്ങനെ തകർന്ന് നിൽക്കുന്ന അവളുടെ കരച്ചില് കണ്ട് കണ്ട് മടുക്കുമ്പോ നീ പറയണം, ജാവോ ആവോ വായോ വോ. പോയി പറ. ഓക്കെടാ. സാരല്ലടാ. എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ല കേട്ടാ. എനിക്കും അടിയനെ പോന്നു. എടാ നിന്റെ മറ്റേ വട്ടിന്റെ കേസ് അറിഞ്ഞപ്പോ വരാൻ പറ്റിയില്ല. കപ്പറിയായിരുന്നു. ഇനിയിപ്പോ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. നന്നായി. എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ഇല്ലാത്ത വയ്യാവയിലേക്ക് നീ എന്തിനാ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കണത്? എന്നാ 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 മതാണോ നിന്റെ പ്രശ്നം? എടി എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ്. കോഴിയുടെ ചോരയും ചുവപ്പ് തന്നെയാ എന്ന് വെച്ച് പോയി കോഴിനെ പിടിച്ചു കെട്ടുവോ? ഒരു മാത്രം മനുഷ്യന്മാരെ കാര്യം പറയുമ്പോഴേക്കും കോഴിക്കാരും പറഞ്ഞു കേട്ടല്ല. ഇനിയിപ്പോ നടക്കാനുള്ളൊക്കെ നടന്ന്. എടാ മോനെ, നീ ചോറിന്നത് പോയതെന്താ? മോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അശ്വതി മോളെ, ആ ചെക്കൻ എടുത്തോ. അശ്വതി മോള. നാളെ അശ്വതി ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാണല്ലോ. ഓ, നാളൊക്കെ നോക്കിയല്ലേ, നന്നായി. അമ്മക്കിനി റെസ്റ്റ് എടുക്കാം. അടുക്കള ഇവള് നോക്കട്ടെ. ഞാനൊരു കാര്യം തീരുമാനിച്ച്, എന്റെ കല്യാണം പെട്ടെന്ന് നടത്താന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നുമില്ല, രജിസ്റ്റർ മാരേജ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാട്ടാ. അച്ഛനൊന്ന് കടയിൽ നിന്ന് വന്നിട്ട് പോരെ. ഈ അടുക്കളയിൽ വെച്ച് നടത്താനല്ല പറഞ്ഞു. എന്നാ ഓക്കെ. നാളെയോ മറ്റന്നാളോ. എന്താ ഈ എണ്ണ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് മേടിക്കളിയെ നോക്കിക്കണ്ട്. ഇങ്ങനെ നേരം മോളെ. മോനെ, ഇന്ന് കല്യാണമില്ല, കുറച്ച് തേങ്ങ പോയിച്ച് തരുമോ? അശ്വതി മോക്ക് പായസം ഉണ്ടാക്കാനാ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അമ്മ തേങ്ങ എവിടെ ഇരിക്കണം? അമ്മ തേങ്ങ എവിടെ ഇരിക്കണേ? ചായപ്പില് എന്താ? നിങ്ങൾക്ക് ഈ കപ്പ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അയ്യോ ഷീബയുടെ അപ്പനാ. കേറി വാന്ന് ഇരിക്കി. അമ്മ ഇതാരോ വന്നിരിക്കണം നോക്കിയേ. ഉള്ളത് ചായ എടുത്തോ. കുട്ടികൾ കല്യാണം ഏർപ്പാടാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാരണവന്മാരാണല്ലോ ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്. ഏത്? നമുക്ക് ഇവരുടെ കല്യാണം ഉണ്ടല്ലോ, അതിഗംഭീരമായിട്ടൊക്കെ നടത്തിയേക്കാം. ബേബി എന്ന് കണ്ടല്ലേ പേര് പറഞ്ഞത്? ഓ, വീട്ടിലത്തെ ആദ്യത്തെ കല്യാണം നമുക്ക് ഞാൻ ഷീബനെ കൊണ്ടുപോകാമെന്നാ. ഞാൻ വരുന്നില്ല. നീ വന്നു കയറിയിരിക്കണ ഒരു കുടുംബത്തായതുകൊണ്ടാ പറഞ്ഞു തീർക്കാന്ന് ഓർത്ത് ഒറ്റയ്ക്ക് വന്നത്. ദേവിച്ചായ, എന്തായത്? കൊച്ചുകുട്ടികളല്ലേ, അവരുടെ ആഗ്രഹമല്ലേ, അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാം അങ്ങോട്ട്. അതിനൊരു പ്രശ്നമുണ്ട്. മതമാണോ പ്രശ്നം?
എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെ 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന്. കല്യാണമ്മ കല്യാണം കല്യാണമ്മ കല്യാണം കല്യാണം. അനീഷേട്ടാ ഇന്ന് അനീഷേട്ടാ Thank you so much, പെങ്ങളുട്ടി. നിന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാൻ എനിക്ക് നിന്റെ അനുവാദം വേണ്ട. അങ്ങനെയാണെങ്കിൽ പ്രായവൃത്തിയാവതിനെ കെട്ടിച്ചുവിടുന്നുണ്ടെങ്കിൽ ഡാഡി പോലീസ് കൊണ്ടുപോണ്ടേ. ഡാഡി ഒരു കാര്യം എനിക്ക് മണ്ണത്തരം കാണിച്ച എന്തായാലും പോലീസ് കൊണ്ടു. നമ്മുടെ ഡാഡി വന്നിട്ടുണ്ട്. ശിവയുടെ അടിയാണോ? അവൾക്ക് 18 വയസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. ആർക്ക്? ഷീബയ്ക്ക്. ആര് പറഞ്ഞു? അവളച്ഛൻ. ഒന്ന് പോടാ അവിടെ ചുമ്മാ. കല്യാണം നടത്താൻ പോയി പെണ്ണിന് 18 ആയിട്ടില്ലെന്ന്. ചുമ്മാ പറഞ്ഞായിരിക്കും. പോയിട്ട് ചായ കൊടുക്കാൻ പാടില്ലേ? ഞങ്ങൾ ചുമ്മാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. എന്തിനാടാ? ചുമ്മാ ഒന്ന് എക്സ്ട്രാ എടുക്കാൻ. ചുമ്മാ. സൂചോട്ടം വേണേ ചുമ്മാ ഒന്ന് ഒളിവിപ്പോക്കോ. എന്തിന്? ചുമ്മാ. ഓ ചുമ്മാ. നമ്മളായിട്ട് വിളിച്ചിട്ട് വന്നല്ലേ, നമ്മളായിട്ട് വന്ന് കയറിയതല്ലേ. ഉണരൂ വേഗം നീ സുഗുറാണി വന്നു നായിക പ്രേമത്തിൻ മുരളി ഗായിക. നമുക്ക് കല്യാണം കഴിക്കണ്ടേ സൂചേട്ടാ? എന്നെ വെറുതെ ചലം ചെയ്യാൻ നിക്കല്ലേ. ഇത്രയും നാള് നീ പറയണം കേട്ട് ഞാൻ ഒരു കൊരങ്ങനെ പോലെ തുള്ളി. ഇനിയൊന്നോട്ടക്കൂലോ. ഇപ്പൊ ഇറങ്ങി പോയി നിന്റെ ബേബിയിലെ ഡാഡി, അയാളോട് ഞാൻ മൊത്തം എണ്ണി പറക്കി കൂടിപ്പോയി നീ മോശക്കുറ്റത്തിലെ കേസ് കൊടുക്കുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് സഹിക്കിച്ചു. കൊലക്കുറ്റത്തിനാണെങ്കിലോ? ഏത് കൊലക്കുറ്റം? ഒരാളെ കൊന്നിട്ടല്ലോ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയി. ആര് പറഞ്ഞു? അങ്ങനൊന്നുമില്ല. ലോണിന്റെ ആവശ്യത്തിനാണ്. പാച്ചനോട് ചോദിച്ചോക്ക്. ആരോടും പറയില്ല, ഞാൻ കാലുടിക്കാം പ്ലീസ്. എത്ര ഉണ്ടെങ്കിലും ഇടുന്നോ? അമ്മയോട് ഞാൻ. എടാ സുഖു, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട. അശ്വതി മോളെ, ഇത് ആരാ പറഞ്ഞേ? കുഞ്ഞായാണ്. സൂചേട്ട പറഞ്ഞു. ഞാനാ? ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. എനിക്കറിയായിരുന്നു. ഞാനേ പറയുന്നത് എനിക്കറിയായിരുന്നു. വേറെ ആരും പറയൂല. അമ്മ അപ്പടിച്ച് തേങ്ങ എടുത്ത് പായസം വയ്ക്കാനാ. ആരോടെങ്കിലും പറയൂ. പിറന്നാളെന്നാ? എടാ നീ എന്തിനാ അവളോട് എന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അത് ഈ പ്രാന്തിന്റെ കേസൊക്കെ. അത് പിന്നെ പണ്ട് ക്യാഷ്വലായിട്ട് ഞങ്ങൾ കൊണ്ട് പ്രേമത്തിലായിരുന്നല്ലോ സുഖു. ഓ ഇതാണ് പ്രേമം അല്ലേ? എടാ നമുക്കൊരാളോട് പ്രേമം തോന്നിക്കഴിഞ്ഞാ നമുക്ക് ചുറ്റുള്ളവരെല്ലാം വേണ്ട നമുക്ക് വേണ്ടി മാത്രം നൃത്തം ചെയ്യും. മനസ്സിലായടാ? അതാണ് പ്രേമം. നിനക്ക് തോന്നിയത് കാമം. രണ്ടൊന്നല്ല സുഖു. ഒന്നായി ഒന്നായി ഒന്നായി. എടാ അടുത്ത ദിവസമൊക്കെ 18 വയസ്സാ വേണ്ട. അതിനുമ്പ് അവളെ ഒഴിവാക്കണം. മനസ്സിലായോ ചേട്ടാ? നമുക്ക് അവളെ പഠിക്കാൻ ചേർത്താലോ? പിന്നെ പഠിക്കാൻ ചേർക്കാൻ നീ അവളുടെ അപ്പനല്ലേ? പഠിക്കാൻ ചേർക്കാൻ വേണ്ട, നമുക്ക് അവളോട് പഠിക്കാൻ ചേർക്കാന്ന് പറയാം. എന്നിട്ട് അവളൊരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കാം. എന്നിട്ട് അവളുടെ അച്ഛനോട് പറയാം. എന്നിട്ട് അവളുടെ അച്ഛൻ വന്ന് അവളെ കൊണ്ടോട്ടെ. എന്നിട്ട് നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. സൂചേട്ടാ ഇത് ചതിയല്ലേ? എന്ത് ചതി? ഒരു ചതിയില്ല. അവളുടെ സ്റ്റൈലിൽ തന്നെ ഒഴിവാക്കണം. ഇതെന്താടാ താളപ്പള്ളിയൊക്കെ? താലപ്പൊളി അല്ലടാ, തിരുവാതിര. ഹായ് മമ്മി. ഏയ് നാളെ ക്ഷീണമായിരിക്കും, അതുകൊണ്ടൊന്ന് ലീവ്. ഇവരുള്ളതാണ് എനിക്കൊരു ആശ്വാസം. എന്താ? ഏത് സമയത്തും കൂടെ ഉണ്ടാവും. ഈ ഒരു മാനസിക നിലയിലും കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. സുഹൃത്തുക്കളായി പോയില്ല അച്ഛാ. അതാണ് എനിക്കും ഇതുപോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. സുഖു മരിച്ചുപോയി. അതിനുശേഷമാണ് സുചേട്ടനുള്ള അത് വെച്ചിട്ടുണ്ടേ കുടിക്കണേ.